പ്രധാന രാജ്യങ്ങളിലെല്ലാം വിസ നിയമങ്ങൾ കർശനമാകുമ്പോഴും കേരളത്തിലുള്ള യങ് ജനറേഷൻ വിദേശ രാജ്യങ്ങളിലോട്ട് പോകുന്നത് തുടരുകയാണ്. എവിടെയാണോ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് അങ്ങോട്ട് യങ് ജനറേഷന്റെ യാത്ര തുടരുകയാണ്. കേരളത്തിൽ നിന്ന് ഇത്രയധികം വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലോട്ട് ഓരോ ദിവസവും മൂവ് ചെയ്യുന്നത്? കേരളത്തിൽ നിന്ന് വന്ന യങ് ജനറേഷനെയൊക്കെ നമുക്ക് കാണണമെങ്കിൽ ലണ്ടൻ ഉൾപ്പെടെയുള്ള സിറ്റികളിൽ പോകണം, കോളേജുകളിൽ ചെല്ലണം. എന്തുകൊണ്ടാണ് ഇത്രയധികം സ്റ്റുഡൻസ് UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്? ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നിങ്ങളെല്ലാം അറിയുന്ന വ്യക്തികളാണ്. ലോകത്തിൽ മലയാളികൾക്ക് മലയാളി ബിസിനസ് മാഗ്നറ്റ്സിന് മാറ്റം വരുത്താമെങ്കിൽ, ഇന്ത്യയിൽ പല ഭാഗത്തും മാറ്റം വരുത്താമെങ്കിൽ കേരളത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു പവറിനെ നമ്മുടെ നാട്ടിലേക്ക് ചാനലൈസ് ചെയ്ത് അതിനെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് കേരളത്തെ പുതിയൊരു കാലഘട്ടത്തിൽ എത്തിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ ധാരാളം പിള്ളേർ ഇപ്പോൾ കേരളം വിട്ട് പോവുകയാണ്. അപ്പോൾ അവർ പോകാത്ത രീതിയിലോട്ടുള്ള പ്ലാനുകൾ നമ്മുടെ അതന്നെ. കേരളത്തിൽ ബിസിനസ് ഉണ്ടാവണം, കേരളത്തിൽ ബിസിനസ് വളരണം, കേരളത്തിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ വലിയൊരു മാറ്റം വേണ്ടി വരും. തീർച്ചയായിട്ടും വലിയ മാറ്റം ഉണ്ടാവും, വലിയ മാറ്റം ഉണ്ടാവും. കോളേജുകളിലൊക്കെ ഇപ്പോൾ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. അതൊക്കെ മാറാൻ പോവുകയാണ്. കേരളത്തിലെ എഡ്യൂക്കേഷൻ സെക്ടർ ഉൾപ്പെടെ മാറ്റം വരും, ബിസിനസ് സെക്ടറിൽ മാറ്റം വരും. അതാണ് UDF സർക്കാർ വന്നാലുള്ള ലക്ഷ്യം. വളരെ മുഖ്യ പരിഗണന നൽകുക നമ്മൾ. തീർച്ചയായിട്ടും അതേ പരിഗണനയേ ഉള്ളൂ. വേറെന്താ, നമ്മുടെ ആളുകൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത്, പിന്നെ അവിടെ പോയിട്ട് എന്താ കാര്യം? ഹയർ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അതുപോലെ ജോലി സാധ്യതകൾ വളരെ കുറവ്, ഒരുപാട് അഴിമതി, അതുപോലെ തന്നെ രാത്രിയിൽ അവർക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സെക്യൂരിറ്റി ഇല്ല. ഇങ്ങനെയുള്ള പല കാരണങ്ങളാണ് പലപ്പോഴും അവർ പറയാറുള്ളത്. അപ്പം അതിലെല്ലാം ഒരു വലിയൊരു മാറ്റം വരാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് കുട്ടികളെ പോകുന്ന ഒഴിവാക്കാനായിട്ട് നമുക്ക് കഴിയില്ല. അതെല്ലാം പൊളിച്ചെഴുതുക അല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ ചെയ്യാൻ വേണ്ടി പരമാവധി വിദ്യാഭ്യാസ രംഗത്ത് വികസനം വരുത്തുക, പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തുക. അതിനനുസരിച്ചിട്ട് കുറച്ചും കൂടെ ട്രഷറിയിൽ കാശ് കണ്ടെത്തിയാൽ ഇതെല്ലാം നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് നടക്കും. ഇനി അതല്ല, സ്റ്റുഡൻസിന് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ആ അഭിപ്രായം ഇൻഫോം ടു ദ ഗവൺമെന്റ്സ് നമ്മളെല്ലാം റെക്കമെൻഡ് ചെയ്യാം ഇഫ് ദേ ഹാവ് എനിത്തിങ്. സിലബസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പുറത്തു പോകുന്ന നമുക്ക് ടെക്നിക്കലി നമുക്ക് തടയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അവരുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഇപ്പോൾ പുറത്തു പോകുന്നവർ തിരികെ വരുന്നില്ല കേരളത്തിലോട്ട്, അവിടെ തന്നെ സെറ്റിൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ യങ് ജനറേഷൻ മുഴുവൻ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ അത് ഫ്യൂച്ചറിൽ കേരളത്തിൽ തീർച്ചയായിട്ടും വലിയൊരു പ്രതിസന്ധിക്ക് കാരണമാകും. പ്രായമായവർ മാത്രം കേരളത്തിലെ വീടുകളിലാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പൊതുവെ ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. എന്തുകൊണ്ട് പോയ കുട്ടികൾ തിരിച്ചു വരുന്നില്ല? പഠിക്കാൻ പോയവർ അവിടെ അവരുടെ ഭാവി കണ്ടെത്തുകയാണ്. ആ ഭാവി കണ്ടെത്താനുള്ള സർക്കംസ്റ്റാൻസ് ക്രിയേറ്റിംഗ് ബൈ ദ എക്സിസ്റ്റിംഗ് ഗവൺമെൻറ് ഇൻ സച്ച് എ പ്ലേസസ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് ജോലി കിട്ടൽ ഒരു വലിയൊരു ഹിമാലയൻ ടാസ്ക്കാണ്. അത് ഒഴിവാക്കി കൂടുതൽ ജോലി സാഹചര്യങ്ങൾ ഉണ്ടാക്കി ആ സാഹചര്യങ്ങളിൽ പുതിയ തലമുറക്ക് മാറ്റിവെച്ചാൽ അവർ അവിടെ നിൽക്കും. അവിടെ അച്ഛനും അമ്മയും മക്കളെ എല്ലാവരെയും വിട്ടിട്ടൊന്നും അവർ പോകില്ല. അവർ പോകുന്നത് എല്ലാം വിട്ടുപോവുകയാണ്, കുടുംബം വിട്ടുപോവുകയാണ്. എന്തുകൊണ്ട് പോകുന്നു? അവരുടെ നിലനിൽപ്പാണ്, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആണ്. എല്ലാവരെയും ജീവിതശൈലി അങ്ങനെ തന്നെയല്ലേ. അതുകൊണ്ട് അവർക്ക് അവിടെ ഗെറ്റിംഗ് ദെയർ ലൈഫ്. ഇവിടെ ഒന്നും കിട്ടുന്നില്ല, ഇവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നുള്ളൂ. സർട്ടിഫിക്കറ്റ് കൊണ്ട് തേരാപ്പാര നടന്നിട്ട് പണിയില്ല, ജോലിയില്ല. അപ്പം അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഈ ആളുകൾ പോകുന്നതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഗവൺമെന്റ് സ്വയം തിരുത്തണം. എന്തായിരിക്കും ഇതിന് കാരണം? കേരളത്തിലെ കോളേജുകളൊക്കെ ഇപ്പോൾ സീറ്റുകൾ വേക്കൻ്റ് ആയി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായിരിക്കും കാരണം? അതിനെന്ത് കാര്യത്തിൽ ചെയ്താലാണ് നമുക്കൊരു മാറ്റം വരുത്താനായിട്ട് പറ്റുക? ഒരു വർഷം ഏതാണ്ട് 2 ലക്ഷത്തോളം മലയാളി വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാനായി പോവുകയാണ്. പഠിക്കാനായി പോകുമ്പോൾ ഇപ്പോൾ അറിയാം, നീറ്റ് പരീക്ഷ എഴുതി അതിനകത്ത് ആദ്യത്തെ റാങ്കുകൾ വരുന്നവർക്ക് MBBS, അത് കഴിഞ്ഞ് BDS, അത് കഴിഞ്ഞ് ആയുർവേദം, അത് കഴിഞ്ഞ് ഹോമിയോ, അങ്ങനെ യുനാനി, അതെല്ലാം കഴിഞ്ഞ് നഴ്സിംഗ്. അങ്ങനെ അവിടെ അഡ്മിഷൻ മെറിറ്റിൽ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ മാനേജ്മെന്റ് കോഴ്സിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ 2.5 കോടി രൂപ ചിലവാക്കണം. ആ 2.5 കോടി ചിലവാക്കാൻ പല മാതാപിതാക്കന്മാർക്കും ഇല്ലാത്തതുകൊണ്ടാണ് വിദ്യാർത്ഥികളെ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് വിദേശത്തേക്ക് അയക്കുന്നത്. അപ്പോൾ ഒരു വർഷം 2 ലക്ഷം പേരാണ് പോകുന്നത്. അപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ 10 ലക്ഷം മലയാളികൾ കേരളത്തിൽ നിന്ന് ഇല്ലാതാകുമ്പോൾ കേരളം ഒരു വൃദ്ധസദനമാകാൻ പോവുകയാണ്. ആഗോളതലത്തിൽ വിദ്യാഭ്യാസം മത്സരാധിഷ്ഠിതമായൊരു വ്യവസ്ഥയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കരിക്കുലത്തിലൊക്കെ വലിയ മാറ്റം വരേണ്ടിയിരുന്നു. കാരണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്ററുകളിൽ ഒരുപാട് MBBSകാരുണ്ട്, എഞ്ചിനീയറിംഗുകാരുണ്ട്, അതുപോലെ തന്നെ MA, MSc, MCom, BA, BSc, BCom, ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പാസ്. ഇവർക്കൊക്കെ ഒരു ഇടത്താവളമായ ഒരു ജോലിക്ക് വേണ്ടി അവർ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഒന്നും ഒരു സ്ഥായിയല്ലല്ലോ. അപ്പോൾ
വൈറ്റ് കോളർ ജോബാണ് നമ്മുടെ കേരളീയർ ഇഷ്ടപ്പെടുന്നത്. അതേസമയം വിദേശ രാജ്യങ്ങൾ പോയാൽ അവരെല്ലാം ബ്ലൂ കോളർ ജോബാണ് ചെയ്യുന്നത്. അവർക്ക് വൈറ്റ് കോളർ ജോബ് വേണ്ട. അപ്പോൾ കേരളത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അടിമുടി മാറ്റം വരണം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കാനുള്ള, ജീവിതം ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ള പരിചയസമ്പത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഇന്നത്തെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അന്യനാടുകളിലേക്ക് ജീവിതമാർഗം അന്വേഷിച്ച് പോകുന്നത്. അത് ഗുരുതരമായ അപകടവും പ്രത്യാഘാതവും ഉണ്ടാകുന്നുണ്ട്. എന്ത് വില കൊടുത്തും മലയാളികളെ കേരളത്തിൽ താങ്ങി നിർത്തുക എന്നുള്ളത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെയും ഉത്തരവാദിത്വമാണ്. വളരെയധികം നന്ദി മിസ്റ്റർ രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മുടെ ചാനലിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിലേക്ക് ആരും തിരിച്ചു വരാത്തതിന്റെ കാരണം എന്താണ്? അവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളമോ അല്ലെങ്കിൽ അതൊന്നും അല്ലെന്നേ. അവർക്ക് ഹ്യൂമൻ റൈറ്റ്സ് കൃത്യമായിട്ട് അവരെ അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിന്റെ കൂടെ അവർ ജീവിക്കുന്നത് എന്ന തോന്നൽ അവർക്കുണ്ടാവുന്നു. അവരും അവരുടെ കുട്ടികളും സേഫ് ആണെന്നുള്ള തോന്നലുണ്ടാവുന്നു. റോഡ് ക്രോസ് ചെയ്യാൻ സീബ്ര അവിടെ വരച്ചിട്ടുണ്ട് കാര്യമുണ്ടോ? നമ്മുടെ നാട്ടിലൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ടൗണുകളിലൊക്കെ ഈ പെഡസ്ട്രെയിൻ വാക്കിന് വേണ്ടിയിട്ടുള്ള മാർക്ക് വരച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ കണ്ടില്ലേ സീബ്ര ലൈൻ? ആരെങ്കിലും ഒരാൾ വണ്ടി നിർത്തി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് ശരിക്കും ഒരാൾ വന്നു കഴിഞ്ഞാൽ, പെഡസ്ട്രിയൻ വന്നു കഴിഞ്ഞാൽ വണ്ടി നിർത്തി കൊടുക്കണം. ആരെങ്കിലും നിർത്തി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആളുകൾ ഇങ്ങനെ നോക്കുകുത്തികളായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ നോക്കി നിൽക്കുന്ന ആളുകൾ മടുത്തു കഴിയുമ്പോൾ ഇറങ്ങി വരികയാണ്. അങ്ങനെ ഇറങ്ങി വരുന്നതിനനുസരിച്ച് ആ പോകാൻ പറ്റിയ ആളുകൾ ഇറങ്ങി വരുമ്പോൾ പോകാൻ പറ്റുന്ന വണ്ടികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നുഴഞ്ഞു കയറ്റം നടത്തിപ്പോൾ അവസാനം സൈക്കിളെങ്കിലും പോകാൻ സ്ഥലം ഉണ്ടെങ്കിൽ കയറി പോകുന്നില്ലേ? ഇത് നമ്മൾ കാണുന്നില്ലേ? അപ്പം ഈ വരച്ച ആളുകൾക്ക് അറിയില്ലായിരുന്നു. ഡ്രൈവർമാരെ ബോധവൽക്കരിക്കണ്ടേ? അവരോട് പറഞ്ഞു കൊടുക്കണ്ടേ ഇത് നടന്നു പോകുമ്പം വണ്ടി നിർത്തി കൊടുക്കണം എന്ന് പറയാനുള്ള, അല്ലെങ്കിൽ അതിനൊരു സമയം വെച്ചിട്ട് അതിനൊരു സിഗ്നൽ പ്ലാൻ ചെയ്ത് ആ ആളുകൾക്ക് നടന്നു പോകാനുള്ള ഒരു ക്രോസിംഗ് ടൈം വെച്ച് കൊടുക്കണ്ടേ? അവരെ നമ്മൾ മാനിക്കണ്ടേ? ആ നോക്കി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഈ വണ്ടിക്കാരുടെ ഔദാര്യത്തിന് കാത്തു നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് മേടിച്ചുകൊണ്ട് ഓടിയെത്താൻ അണയുന്ന അമ്മമാരില്ലേ? മാതാപിതാക്കളില്ലേ? പ്രായമായവർക്ക് വേണ്ടിയിട്ട് ഒരു ആഹാരവും മരുന്നും മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ടാവുകയില്ലേ? ഇതൊക്കെ എന്തേ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്? അപ്പൊ അവരെ ഒന്ന് കടത്തിവിടാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കണ്ട? ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ എങ്ങനെ മനുഷ്യൻ അവിടെ ജീവിക്കും? അത് കണ്ടല്ലേ മറ്റു യുവാക്കളും യുവതികളൊക്കെ വളരുന്നത്. അവർ വിദേശ രാജ്യത്ത് പോയി ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് ആ രാജ്യത്ത് പോയിട്ട് ജീവിക്കാൻ അവർ ആഗ്രഹിക്കുമോ? ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെ എത്ര സംഭവങ്ങൾ, എത്ര കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാ വിദേശ രാജ്യത്തേക്ക് പോകുന്നവർ തിരിച്ചു വരാത്തത്. അല്ലാതെ സ്വന്തം രാജ്യത്തോട് ആർക്കും ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇന്നും നെഞ്ചിലേറ്റ് സ്നേഹിക്കുന്നുണ്ടെന്നേ. പക്ഷെ നിവൃത്തികേട് കൊണ്ടാണ് അവിടുന്ന് രാജ്യം വിട്ടുപോകുന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇത് പറയുമ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ വിദേശ രാജ്യങ്ങളിൽ ജീവിച്ചിട്ട് തിരിച്ച് ഇന്നും നമ്മുടെ നാടിടിപ്പ് സ്വന്തം നാട്ടിലേക്ക് ആണ്. എന്താ കാരണം? നമ്മൾ ജനിച്ചു വളർന്ന നാടിനോടുള്ള സ്നേഹം അത്രയ്ക്കും നമ്മുടെ നെഞ്ചിലേറ്റ് ജീവിക്കുന്നവരാണ് നമ്മൾ. സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ അതിനനുസരിച്ച് ചില പ്ലാൻ തയ്യാറാക്കുക. അങ്ങനെ പ്ലാൻ തയ്യാറാക്കിയാൽ അടുത്ത തലമുറയെങ്കിലും പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് നോക്കുക. അതാണ് ആ രാജ്യത്തിന് ഏറ്റവും ഉത്തമം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.